ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റത്തെ വീഡിയോ ഇന്നോവയുടെ മോഡിഫിക്കേഷനെ കുറിച്ചായിരുന്നു. അപ്പം അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഒരു അതിക്രമം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫോർച്യൂണറിൻ്റെ മോഡിഫിക്കേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫോർച്യൂണർ എന്ന് പറയുമ്പോഴത്തേന് വീടിൻ്റെ മുറ്റത്ത് ഒരു ആന കിടക്കുന്ന ഒരു ഫീലല്ലേ. ഒരു ബ്ലാക്ക് ഫോർച്യൂണറും കൂടെ ആകുമ്പോഴത്തേന് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫോർച്യൂണറിൻ്റെ മോഡിഫിക്കേഷൻ വിശേഷങ്ങളിലേക്ക് കടക്കാം. അത് തന്നെ ഫ്രണ്ട് വ്യൂവിൽ TRD ഗ്രില്ല്, ഇതിൻ്റെ ഗ്രില്ലെന്ന് പറയുന്നത് TRD ഗ്രില്ലാണ്. അതുപോലെ തന്നെ DRL ലൈറ്റ്സും ഉണ്ട്, ഓറഞ്ച് ലൈറ്റ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്റ്റോക്ക് ആണെങ്കിൽ ഇത് ക്രോം ആയിട്ടായിരിക്കും വരുന്നത്. നമ്മളിത് അതിനകത്ത് ബ്ലാക്ക് കളർ ഫുൾ ഫിനിഷിങ് കൊടുത്തിരിക്കുവാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ചെറിയൊരു ലൈറ്റ് ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് അകത്ത് ഈ പ്രൊജക്ടറിന്റെ അകത്ത് റെഡ് കളറിലെ LED ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ ഇതിന്റെ മൂവ് നടക്കുമ്പോഴത്തേന് ഒരു ഡെവിൽ ലുക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഫോർച്യൂണർ കാണുമ്പോഴത്തേന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വ്യൂ കിട്ടുന്നില്ല. പക്ഷെ രാത്രിയിൽ ഇതിന്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. അമ്മാതിരി ലൈറ്റിംഗ് ആണ് ഇതിനകത്ത് രാത്രിയിൽ കാണുമ്പോഴത്തേന്. കറക്റ്റ് ഒരു ഡെവിൽ റെഡ് ഐസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫോഗ് ലാമ്പ്. നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ മാക്സ് ലിങ്കിന്റെ ഫോഗ് ലാമ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒന്ന് വൈറ്റ്, പിന്നെ ഒന്ന് യെല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് വൈറ്റും യെല്ലോയും കൂടെ ഉള്ള മിക്സ്ഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള കളറാണ്. ഇത് ആക്ച്വലി ലോങ് വ്യൂവിൽ നിന്നൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര സൂപ്പറാണ് കാണാനായിട്ട്. എന്ന് പറയുന്നത് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് TRD കിറ്റാണ്. TRD കിറ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മളിതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ ബ്ലാക്കും അതുപോലെ തന്നെ ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറയുന്നൊരു ഷെയ്ഡും കൂടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ലൈറ്റിങ്സും DRL ലൈറ്റിങ്സും വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിനകത്ത് പറയുന്നത് ഇതിന്റെ സൈഡ് വ്യൂവിനെ കുറിച്ചാണ്. അതിലെടുത്ത് പറയേണ്ട ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അലോയ് വീലാണ്. ഫ്യൂവൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അലോയ് വീലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 17 ഇഞ്ചിന്റെ ആണ് ഈ അലോയ് വീല്. സോ ഈ ഫ്യൂവലിന്റെ അലോയ് വീലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ലോങ് ഡിസ്റ്റൻസ് വ്യൂവിലാണെങ്കിൽ പോലും അടിപൊളി വ്യൂ ആണ്, അടിപൊളി ലുക്കാണ് റണ്ണിങ്ങിൽ കിട്ടുന്നതെന്ന് പറയുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയും നമ്മൾ ഈ വണ്ടിയുടെ മേളിലായിട്ട് രണ്ട് ക്രോസ് ബാറും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊടുത്താൽ ഇതൊരു XUV ടൈപ്പ് വെഹിക്കിൾ ആയതുകൊണ്ട് ഒരു ഓഫ് റോഡ്, ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാക്ട്ലി അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു സ്പെഷ്യൽ ലുക്ക് ഉണ്ട് അതിന്. ഇനി ഇതിൻ്റെ ബാക്ക് വ്യൂവിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ആദ്യം തന്നെ TRD സ്പോയിലർ. ഈ TRD സ്പോയിലർ കാണുമ്പോൾ തന്നെ ഒരു ഗുമ്മാണ്, വേറൊന്നുമല്ല, ഒരു നമ്മുടെ വിമാനത്തിൻ്റെ ഒക്കെ ചിറക് വിരിച്ച് ആ ഒരു ഫീലാണ്. ആ ഒരു റണ്ണിങ്ങിലൊക്കെ നല്ല ഭംഗിയാണ്. ഈ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ സ്പോയിലർ ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റീവ് ആണ്, അട്രാക്ഷൻ തരുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിന്റെ കിറ്റ് എന്ന് പറയുന്നതും TRD കിറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മെട്രിക്സിന്റെ ലൈറ്റ് ആണ്, റിഫ്ലക്ടർ ലൈറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പാർക്കും ഉണ്ട്, ഡിമും ലൈറ്റും ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ നടുക്കത്തെ പോർഷനിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഗൺ മെറ്റൽ ഗ്രേ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു കിറ്റും സ്പോയിലറും കൂടെ ബാക്ക് വ്യൂവിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു 2 കിറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലാമ്പിനെ കുറിച്ച് പറയുവാണ്. കസ്റ്റം ടൈൽ ലാമ്പാണ്. നമ്മൾ ലെക്സസ് മോഡൽ ചെയ്തിരിക്കുന്ന ടൈൽ ലാമ്പാണിത്. ലെക്സസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആട്ടോ ഇതിനകത്ത് നമുക്ക് കാണുമ്പോഴത്തേന്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫോർച്യൂണറിൻ്റെ ഒരു ലൈറ്റിങ്ങും വന്നിട്ടുണ്ട്, ഒരു റൈറ്റിങ്ങും വന്നിട്ടുണ്ട്. അതിനകത്ത് പാർക്ക് വരുമ്പോഴത്തേന് വൈറ്റ് കളറ്, ബ്രേക്ക് പിടിക്കുമ്പോഴത്തേന് റെഡ് കളറാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേന് ഓരോ ലെറ്റേഴ്സും ലൈറ്റ് ഇങ്ങനെ മിന്നി വരും. അതുപോലെ നമ്മുടെ ഈ വണ്ടിയിൽ നമ്മുടെ സൈലൻസറിന്റെ കൂടെ എക്സ്ഹോസ്റ്റ് കിറ്റും കൂടെ ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേന് ഇതിനകത്ത് നമ്മൾ സബ് കൊടുത്തിരിക്കുന്നത് JBLന്റെ സബ്ബാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ് നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഗിയർ നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നതാണ്. സെൻസറാണ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ കളറ് ഞങ്ങളുടെ ഫോർച്യൂണറിൻ്റെ മോഡിഫിക്കേഷൻ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നോവയുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾ വരും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.